ഒരു മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയും. മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വശത്തെ കോണളവ് എന്ന് പറയുന്നത് 90 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി ആകുന്ന ത്രികോണങ്ങളെയാണ് നമ്മൾ മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു മട്ട കോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇക്വേഷനെയാണ് നമ്മൾ പൈതഗോറസ് തിയറി അല്ലെങ്കിൽ പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു മട്ട ത്രികോണമാണ്. ഇതിന്റെ ഈ താഴെ കാണുന്ന ഈ ഒരു സൈഡ് അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ഈ ഒരു വശത്തെ പാദം അല്ലെങ്കിൽ ബേസ് എന്ന് പറയും. അതുപോലെ എ സി എന്ന് പറയുന്ന ഈ ഒരു വശത്തെ നമ്മൾ ലംബം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറയും. ഇനി സി ബി അല്ലെങ്കിൽ ഈ മൂന്ന് വശത്തിലെ ഏറ്റവും വലിയ സൈഡ് അതായത് പാദവും ലംബവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ ഒരു സൈഡിനെ നമ്മൾ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. അല്ലെങ്കിൽ ഈ 90 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന വശത്തെയാണ് നമ്മൾ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. ഇതായിരിക്കും ഈ ത്രികോണത്തിലെ ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത്. അപ്പോൾ പൈതഗോറസ് സിദ്ധാന്തം ഇങ്ങനെയാണ്. അതായത് കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതായത് കർണത്തിന്റെ അല്ലെങ്കിൽ ഈ ഹൈപ്പോട്ടന്യൂസിന്റെ വർഗം എന്ന് പറഞ്ഞാൽ പാദത്തിന്റെ വർഗത്തിന്റെയും അതുപോലെ ലംബത്തിന്റെ വർഗത്തിന്റെയും ആകെ തുകയായിരിക്കും.